ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മൾ ടോപ്പിക്ക് 2024 ജനുവരിയിൽ ഇറങ്ങിയ 20,000 രൂപയിൽ താഴെ വാങ്ങാൻ പറ്റുന്ന 3 കിടിലൻ ഫോണുകളാണ്. അപ്പോൾ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഓണാക്കി വെച്ചാൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ജനുവരിയിൽ ഇറങ്ങിയ മോട്ടോറോളയുടെ ഒരു മോഡലാണ് മോട്ടോ G34. ഇതിൻ്റെ പ്രൈസിങ് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 10,999 രൂപ റേഞ്ചിൽ ഓൺലൈൻ സൈറ്റുകളിൽ സ്റ്റോറുകളിലൊക്കെ ലഭ്യമാണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഇത് ആൻഡ്രോയിഡ് V14 ബേസ് ചെയ്തിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സ്നാപ്ഡ്രാഗൺ 695 പ്രോസസ്സർ, 6.5 ഇഞ്ച് ഡിസ്പ്ലേ, 120 ഹെർട്സ് റിഫ്രഷിംഗ് റേറ്റ്, 5000 mAh ബാറ്ററി ബാക്കപ്പ്, 20 വാട്ട് ചാർജിങ്, ടൈപ്പ് സി USB ചാർജിങ് പോർട്ട്, ഡ്യുവൽ സിം, അതിൽ സിം 2ൽ ഹൈബ്രിഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 8GB RAM, 128GB ഇൻറ്റേർണൽ സ്റ്റോറേജ്, ആ സ്റ്റോറേജ് 1TB വരെ എക്സ്പാൻഡബിളുമാണ്. ഇതിൻ്റെ ക്യാമറ ഭാഗം നോക്കിയാൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. റിയർ ക്യാമറയിൽ 50 മെഗാ പിക്സലിൻ്റെ നല്ലൊരു അടിപൊളി പ്രൈമറി ക്യാമറയും പിന്നെ 16 മെഗാ പിക്സലാണ് സെൽഫി ക്യാമറ വരുന്നത്. അതുപോലെ തന്നെ ജനുവരിയിൽ ഇറങ്ങിയ 20 രൂപയിൽ താഴെ വില വരുന്ന മറ്റൊരു ഫോണാണ് റെഡ്മി നോട്ട് 13. ഇതിൻ്റെ വില ഭാഗം നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 17,999 രൂപ റേഞ്ചിൽ ഓൺലൈൻ സൈറ്റുകളിലൊക്കെ ലഭ്യമാണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ മീഡിയാടെക് ഡിമെൻസിറ്റി 6080 പ്രോസസ്സർ, 6.67 ഇഞ്ച് ഡിസ്പ്ലേ, 120 ഹെർട്സ് റിഫ്രഷിംഗ് റേറ്റ്, 5000 mAh ബാറ്ററി ബാക്കപ്പ്, 33 വാട്ട് ചാർജിങ്, ടൈപ്പ് സി USB ചാർജിങ് പോർട്ട്, ഡ്യുവൽ സിം, അതിൽ സിം 2ൽ ഹൈബ്രിഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 6GB RAM, 128GB ഇൻറ്റേർണൽ സ്റ്റോറേജും, ആ സ്റ്റോറേജ് 1TB വരെ എക്സ്പാൻഡബിളുമാണ്. ക്യാമറ ഭാഗം നോക്കുകയാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. റിയർ ക്യാമറയിൽ അതിൽ 108 മെഗാ പിക്സലിൻ്റെ നല്ലൊരു പ്രൈമറി ക്യാമറ ലഭ്യമാണ്. സെൽഫി ക്യാമറ വരുന്നത് 16 മെഗാ പിക്സലാണ്. ഇതും 20,000 രൂപയിൽ താഴെ ലഭ്യമായിട്ടുള്ള ജനുവരിയിൽ ഇറങ്ങിയ ഒരു ഫോണാണ് റെഡ്മി നോട്ട് 13. ഈ ഒരു റേഞ്ചിൽ വാങ്ങാൻ പറ്റിയ മറ്റൊരു ഫോണാണ് പോക്കോ X6 5G. ഇതിൻ്റെ ശരിക്കുള്ള പ്രൈസിങ് ഏതാണ്ട് 22,000 രൂപയോളം വരും. എന്നാൽ ഇത് നല്ലൊരു ബെസ്റ്റ് ഗെയിമിംഗ് ഫോണാണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 7S Gen 2 പ്രോസസ്സർ, 6.67 ഇഞ്ച് ഡിസ്പ്ലേ, 120 ഹെർട്സ് റിഫ്രഷിംഗ് റേറ്റ്, 8GB RAM, 256GB ഇൻറ്റേർണൽ സ്റ്റോറേജ്, 5100 mAh ബാറ്ററി ബാക്കപ്പ്, 67 വാട്ട് ചാർജിങ്, ഡ്യുവൽ സിം, അതുപോലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. റിയർ ക്യാമറയിൽ 64 മെഗാ പിക്സലിൽ നല്ലൊരു പ്രൈമറി ക്യാമറ, 4K വീഡിയോ റെക്കോർഡിംഗ് ഓപ്ഷനും അതിൽ ലഭ്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഓണാക്കി വെച്ചാൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.